ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ദില്ലിയിൽ സമരക്കാർക്ക് എതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെ തള്ളി RSS. TG മോഹൻദാസ് പറഞ്ഞത് സംഘടനയുടെ നിലപാടല്ല. അതിനിടെ മോഹൻദാസിനെതിരെ പോലീസിൽ കൂടുതൽ പരാതികളെത്തി. സൈബർ സെൽ IG P പ്രകാശ് ഇന്നലെ ആഭ്യന്തരമന്ത്രി അന്വേഷണ ചുമതല നൽകിയിരുന്നു. ആരും ചോദിക്കാനുണ്ടാവില്ല, പറയാനുണ്ടാവില്ല. കാരണം രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ്, സാമ്പത്തികം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആഭ്യന്തര വകുപ്പ് ഉറങ്ങിക്കിടക്കുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇവനെ തള്ളിയ BJP-കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇയാൾ എന്താ ദി സ്റ്റേറ്റ് കൺവീനർ ഓഫ് BJP's ഇന്റലക്ച്വൽ സെല്ല്. അടിപൊളി. ഇയാളുടെ വാക്കും കേട്ടിട്ടാണോ നിങ്ങൾ ഓരോന്ന് പറയാറ്? ഇയാളെ തള്ളിയല്ലോ നിങ്ങൾ. ഇയാളെ തള്ളാൻ വരട്ടെ. കേരളത്തിലുള്ള അല്ല, ഇന്ത്യയിലുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത്രത്തോളം നിയമ സംരക്ഷണമുള്ള നാട്ടില് ഇയാൾ പറയാണ് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരികളായിട്ടുള്ള, ഇനി കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കോൺഗ്രസ്സുകാർക്കോ മറ്റുള്ള ആളുകൾക്കോ അത് കമ്മ്യൂണിസ്റ്റുകാരെയല്ലേ പറഞ്ഞത് എന്നാണ് ചിന്തിക്കാൻ തോന്നുന്നതെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇയാളുടെ അതേ മനോഭാവം തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഇയാളെ വെള്ള പൂശുന്ന BJP-കാരൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല എന്നുള്ളതാണ്. ഇയാൾ പറഞ്ഞത് കേൾക്കാത്തവർ കേൾക്കണം. ഇവനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഒന്ന് കേൾക്കണം നിങ്ങൾ. ഇത് പരമാവധി ഷെയറും ചെയ്യണം. കാരണം ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇമ്മാതിരി ഊളത്തരം പറഞ്ഞിട്ടാണ് ഇവനൊക്കെ നടക്കുന്നത്. എന്നിട്ടും ഒരു കേസുമില്ല. മനസ്സിലായാലും എന്തുകൊണ്ടാ പറഞ്ഞെന്നുള്ളത് കാണാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് അല്ലേ, പെൺകുട്ടികളുണ്ട് അല്ലേ. എനിക്കിത് കൂട്ടി വെച്ച് ഡയലോഗ് അടിക്കാൻ അറിയാനിട്ടല്ല. ഞാൻ എന്തെങ്കിലും കൂട്ടി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോകും. അതുകൊണ്ട് പറയാതിരിക്കുക എന്നുള്ളതാണ്. ലോകത്തിലുള്ള ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അത് ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ. നിന്നൊക്കെ കണ്ട വീട്ടിലുള്ള ആളുകൾ പോലും കാർക്കിച്ച് തുപ്പില്ല നിന്റെ മുഖത്ത് ഊള. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. കഥ അവസാനിക്കട്ടെ, തുടങ്ങട്ടെ, തുടരട്ടെ. അത് കഥയാണ്. സാങ്കല്പികം അല്ലാത്തതോ ആയിട്ടുള്ള കഥകളായിരിക്കും. നീ ഇത് റിയൽ ലൈഫിലത്തെ കാര്യം പറഞ്ഞല്ലോ, കഥ അവിടെ നിൽക്കട്ടെ. റിയൽ ലൈഫിൽ തീർന്നില്ല. അവർ റിയൽ ലൈഫിൽ എന്താ പറഞ്ഞത് വ്യക്തത വേണമെങ്കിൽ വരുത്തി തരാം. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് വിരോധമാവാം, പക്ഷേ ഇമ്മാതിരി ഊളത്തരം പറയരുത്. നീ ചാണകം വാരി തിന്നോ, അതൊന്നും ഒരു കുഴപ്പമുള്ള ആരും ഒന്നും പറയില്ല. നിന്റെ സ്വാതന്ത്ര്യം എന്ത് തിന്നണം എന്നുള്ളതൊക്കെ. പക്ഷേ ഇതൊക്കെ കുറച്ച് കൂടുതലാടാ. വീട്ടിൽ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ, മക്കളില്ലേ? അവരൊക്കെ ഇത് കാണില്ല. അവർ സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി നടക്കാനുള്ളതല്ലേ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണം. കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പും ഇതിൽ ഇടപെടൽ നടത്തണം. ഈ പറഞ്ഞ വാക്കുകൾക്ക് ഒരു മാപ്പ് കൊണ്ട് തീരാവുന്നതല്ല. മാപ്പ് കൊണ്ട് തീരാവുന്നതാണെങ്കിൽ പലതും മാപ്പ് കൊണ്ട് തീർക്കേണ്ടി വരും. ഈ മനുഷ്യൻ പറഞ്ഞല്ലോ, ഇവനെ മനുഷ്യനൊന്നും പറയാൻ കഴിയില്ല. ഈ ഊള പറഞ്ഞ വാക്കിന് അവൻ അഴി എണ്ണുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയില്ല, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് ഒരു കാറ്റടിച്ചാൽ തെറിച്ചു പോകാനുള്ള ആരോഗ്യമുള്ളൂ. ബോഡി ഷേമിംഗ് അല്ല, അത്രക്ക് ആരോഗ്യമുള്ളൂ. നീച്ചു നിൽക്കാനുള്ള ആരോഗ്യമില്ല. ആ നാക്ക് ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ സത്യത്തിൽ വേറെ വല്ല ആളുകളാണെങ്കിൽ മുഖം അടിച്ച് തിരിച്ചേനെ. തൊട്ടടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്തേനെ എന്നുള്ളത്. ഏതെങ്കിലും ഒരു സ്ത്രീ അയാളുടെ അടുത്തുണ്ടെങ്കിൽ അയാളെ മുഖം അടിച്ച് തിരിച്ചേനെ. അമ്മാതിരി ഊളത്തരാ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഇതേപോലത്തെ വാക്കുകളായിട്ട് മുന്നോട്ട് വരും. ഇനി CJPയുടെ സമരത്തെ കുറിച്ചിട്ട് ഇയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം. കടുകുമണി പോലെ ആളുകളെ വെടിവെച്ച് കൊന്ന് പെറുക്കി കൂട്ടുന്നാ പറയുന്നത്. കേട്ടോക്കി. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോമല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സമരം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, അറിയുമോ?
ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി നേടിത്തന്നത് സമരമുഖങ്ങളിലൂടെയാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ പാരമ്പര്യമുള്ള നീയൊക്കെ ഇപ്പൊ കിടന്ന് കൊണക്കുന്നുണ്ടെങ്ങേ. ഗുജറാത്ത് കലാപത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ബാബു ബജറാങ്കിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതേ മനോഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് താങ്കളെ ഇപ്പൊ എനിക്ക് കാണാൻ തോന്നുന്നത്. ബലാത്സംഗമൊക്കെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ കടുകുമണികൾ പെറുക്കി കൂട്ടുന്നത് പോലെ ആളുകളെ വെടിവെച്ച് കൊന്നങ്ങ് കൂട്ടിയിടും. സോ മെനി തിങ്സ് ഹാപ്പൻസ് എന്നാ പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ രാജ്യസ്നേഹികളായ ആളുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഷൂ നക്കി കൊടുത്ത് നടന്ന പാരമ്പര്യം അത് നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ആരാണ് TG മോഹൻദാസ് എന്ന് വ്യക്തമായിട്ട് ഒന്ന് കേട്ടു നോക്ക്. TG മോഹൻദാസ് BJP ബൗദ്ധിക സെല്ലിന്റെ സംസ്ഥാന കൺവീനറായിരുന്നു ഇയാൾ. ബൗദ്ധിക സെൽ, ഇന്റലക്ച്വൽ സെല്ലിന്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു. ബുദ്ധിജീവിയാണ്, അവരുടെ ബുദ്ധിജീവി. 97 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അയാൾ 2006 വൈസ് പ്രസിഡന്റുമായിരുന്നു ഇയാൾ, ഈ TG മോഹൻദാസ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും മാനസിക അപഭ്രംശം ഉണ്ടായിരിക്കുന്ന, ഈ സ്വന്തം പക്ഷത്തിന് തോൽവി ഉണ്ടായതിൽ ഇങ്ങനെ അങ്ങേയറ്റം നിലംപറ്റി തോറ്റുപോകുന്ന അവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ഒരാളായിട്ടല്ല നമ്മൾ ഇയാളെ കാണേണ്ടത്. ഇയാൾ ഇതുപോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ BJP നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ എല്ലാം സംരക്ഷണം ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അത് കേന്ദ്ര സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ആളാണ്. അവരുടെ ഇന്റലക്ച്വൽ സെൽ വെച്ചാൽ അവർക്ക് ബൗദ്ധികമായിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രം ശേഷിയുള്ള സംസ്ഥാനത്തെ കൺവീനറായിരുന്നു ഓർക്കണം നമ്മൾ. അപ്പോൾ അയാളാണ്. അപ്പോൾ BJP യഥാർത്ഥത്തിൽ ഞാൻ കരുതിയത് ഈ പ്രസ്താവന വന്നാൽ ഉടനെ BJP ഇതേക്കുറിച്ച് പ്രതികരിക്കണ്ടേ. നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനായുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഈ ഇപ്പോൾ നടക്കുന്ന CJPയുടെ സമരത്തെക്കുറിച്ച് എതിരഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സമരത്തോട് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെതായുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് BJP RSS നേതാക്കൾ ഈ സമരത്തെ തള്ളി പറയുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, നല്ല രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. അത് അവർക്ക് അവകാശമുള്ളതാണ്, അത് അവർക്ക് ചെയ്യാം. കാരണം അവരുടെ രാഷ്ട്രീയ പക്ഷത്തിനെതിരെ സമരം നടക്കുന്നു, അവരുടെ രാഷ്ട്രീയ ആംഗിളിൽ നിന്നുകൊണ്ട്, ലൈനിൽ നിന്നുകൊണ്ട് അവർക്ക് വിമർശിക്കാം. അതാണ് രാജ്യത്തെ സ്ഥിതി. പക്ഷേ ഇയാൾ ചെയ്തിരിക്കുന്ന അതല്ല, വിമർശനമല്ല. ഇയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ സമരത്തിലുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണം, ശവം നിലത്ത് വീഴണം, കുറേ ശവങ്ങളെടുത്ത് മാറ്റണം, ബലാത്സംഗം ചെയ്യണം. കാരണം ആ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ പ്രത്യേകമായിട്ട് ഇടതുപക്ഷത്തിലെ സ്ത്രീകളെ പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞ ചില പരിഹാസ സ്ഥലത്തിലൊക്കെ പറഞ്ഞിട്ട് അവരെ ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം ചെയ്യുമ്പോഴും ചിലർ കൊല്ലപ്പെടും. അവരുടെ ശവം എടുത്ത് മാറ്റണമെന്നാണ് ഇയാൾ പറയുന്നത്. എവിടെ എത്തി എന്ന് ആലോചിച്ചു. എവിടെ എത്തി ഇയാൾ ഈ വർത്തമാനം പറയുന്നത്? എങ്ങനെയാണ് കേരളം പോലുള്ള സ്ഥലത്ത് ഇയാൾക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകാൻ പറ്റുന്നത്? BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനറായിരുന്ന, പിന്നെ എന്താണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ആയിരുന്ന ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരു വർത്തമാനം പറയാനുള്ള ഉത്തരവാദിത്തം നിശ്ചയമായിട്ടും ആ സംഘടനകൾക്കില്ലേ? അദ്ദേഹമല്ല, അയാളെന്ന് തിരുത്തിയില്ലേ? അതിന്റെ സല്യൂട്ട് ഞാൻ നൽകുകയാണ്. സല്യൂട്ട് നൽകിയേ ഒക്കൂ. അയാളുമല്ല, അവൻ പറയുന്നില്ല, അവൻ. എൻ്റെ പൊന്നു ചെന്നിത്തല സാറേ, ഇവിടെ പല ആളുകളും രാഷ്ട്രീയ ബലം കൊണ്ടും അതേപോലെ സാമ്പത്തിക ഭദ്രത, ആ സാധനം ഉണ്ടല്ലോ, കയ്യിൽ കിടന്ന് ഇങ്ങനെ തിളക്കുന്ന നോട്ട് കെട്ടുകൾ കൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും പല ആളുകളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്ന രീതിയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്ത്രീകൾ അപമാനിച്ച മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കാരാഗ്രഹത്തിലേക്ക് അടക്കാൻ കഴിയുമോ? ഇതൊക്കെ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളുടെ മനോഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളെ കൈ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യും? കമ്മ്യൂണിസ്റ്റുകാരികളായ സ്ത്രീകൾ അത് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയില്ല, പറഞ്ഞു പോയ കുറച്ച് കൂടിപ്പോവും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ രക്തം തിളച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളതാണ്. ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞ ഈ വാക്കുകൾ വൈറലായിക്കൊണ്ടിരിക്കുക. ഇയാളുടെ നാട്ടിലുള്ള അമ്മ പെങ്ങന്മാർക്ക്, സ്ത്രീകൾക്ക് ഇയാളുടെ അടുത്ത് പോലും പോവാൻ ഇനി ധൈര്യം ഉണ്ടാവില്ല എന്നുള്ളതാ. ഇനി അടുത്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരു മൊട്ടുസൂചിയെങ്കിലും കൈ വെക്കേണ്ടി വരും. അമ്മാതിരി കൂതറയാണെന്ന് മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റുകാരായ സ്ത്രീകൾ ഏത് രീതിയിലാണ് ഇവൻ കാണുന്നത് മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് വിരോധമൊക്കെ ആവാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ എന്തും പറയാം, അതും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ സ്ത്രീകളെ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുമ്പോൾ നിന്റെ ധൈര്യം ഞാൻ ആലോചിക്കുക മോനെ. സമ്മതിച്ചു പോയി. ഈ രാജ്യത്ത് ഒരു നിയമവും എന്നെ ശിക്ഷിക്കില്ല എന്നുള്ള ധാർഷ്ട്യം തന്നെയാണ് ഇവൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു കാറ്റടിച്ചാൽ ഒരു കല്ല് പിടിച്ചില്ലെങ്കിൽ പറന്നു പോകാനുള്ള ആരോഗ്യം. ഈ ആരോഗ്യവും വെച്ചിട്ട് അവൻ പറഞ്ഞ വാക്കോ ഒരു മലയുടെ വലുപ്പമുള്ള വാക്കും. ആ മല നിന്റെ തലയിൽ തന്നെ വീണ് നീ അങ്ങ് പാതാളത്തിലേക്ക് താന്നു പോകും. എൻ്റെ മോഹൻദാസെ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യും. ഇമാതിരി കൂതറകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും കുറെ BJPക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ് പിടിക്കുന്നത്, ദേഷ്യം. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.